ഹലോ ഫ്രണ്ട്സ്, ഇനിയിപ്പോൾ കേരളത്തിലെ ഏറ്റവും കുറവ് രാഷ്ട്രീയ പാർട്ടികളുടെ പരിഗണന ലഭിക്കുന്ന ഒരു കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ക്രിസ്ത്യൻ വിഭാഗമായിരിക്കും. വെയിറ്റ് ആൻഡ് സീ. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്കായിരിക്കും ഏറ്റവും കുറവ് പരിഗണന ലഭിക്കുന്നത്. ഇത്ര വർഷത്തോളം ഹിന്ദു കമ്മ്യൂണിറ്റി ആയിരുന്നു, അതിപ്പോൾ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലോട്ട് ഷിഫ്റ്റ് ആകപ്പെടുന്നു. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഇന്ത്യയിലെ ബാക്കിയുള്ള സ്റ്റേറ്റുകൾ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ BJP ക്രിസ്ത്യൻസിൻ്റെ പുറകിലായിരുന്നു. കേരള ക്രിസ്ത്യൻസ് BJPനെ സപ്പോർട്ട് ചെയ്തില്ല. ഇവരൊരു 1-2 സീറ്റ് BJP കൊടുത്തില്ലെങ്കിൽ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ആയിരുന്നു മത്സരിച്ചിരുന്നത്. ഒരു 1-2 സീറ്റ് ഒരു BJP MLAക്ക് ജയിപ്പിച്ചിരുന്നെങ്കിൽ ഇവരുടെ അവസ്ഥ എന്തായിരുമായിരുന്നു? വളരെ വളരെ സ്ട്രോങ് പൊസിഷനിൽ നിൽക്കേണ്ട ഒരു ചാൻസാണ് ഇവർ കളഞ്ഞു കുളിച്ചത് പല രീതി കൊണ്ടും. അതായത് BJP എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഭരിക്കുന്ന ഒരു പാർട്ടി, വളരെ പവർഫുൾ, മണി പവർ, മസിൽ പവർ, അല്ലെങ്കിൽ ഒരുപാട് സ്റ്റേറ്റുകൾ ഭരിക്കുന്നു. ഇൻ്റർനാഷണൽ ആയിട്ടുള്ള ഒരു ഹെൽപ്പാണെങ്കിലും, ഓൾ ഇന്ത്യ ലെവലിലുള്ള ഒരു ഹെൽപ്പാണെങ്കിലും, ഈവൻ കേരളത്തിലുള്ള ഒരു ഹെൽപ്പാണെങ്കിൽ പോലും നിങ്ങൾക്ക് നേരിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ക്രിസ്ത്യൻ BJP MLA ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കേന്ദ്ര മന്ത്രിസഭയിലേക്ക് എന്ത് ആവശ്യം പറഞ്ഞ് കയറി ചെല്ലാമായിരുന്നു. ആ ഒരു ചാൻസാണ് നിങ്ങൾ കളഞ്ഞു കുടിച്ചത്. അതേസമയം നിങ്ങൾ വേറൊരു ബെനിഫിറ്റ് ഉള്ളത്, നിങ്ങൾ 1-2 BJP MLA ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ജയിച്ചിരുന്നെങ്കിൽ UDFനും LDFനും ഒരു വാർണിംഗ് നിങ്ങൾ കൊടുക്കുമായിരുന്നു. ഓക്കെ, ക്രിസ്ത്യൻസിന് BJPക്ക് വോട്ട് ചെയ്യാൻ യാതൊരു മടിയില്ല, നമ്മൾ വേണ്ട പോലെ ഇവരെ പരിഗണിച്ചില്ലെങ്കിൽ ഇവർ BJPയുടെ പുറകെ പോവും എന്നുള്ളൊരു തോന്നൽ സൃഷ്ടിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരുന്നു. അതും നിങ്ങൾ വേസ്റ്റ് ചെയ്തു. ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നത്, കേരള BJP ഇനി നിങ്ങളെ പിന്നാലെ വരില്ല. അവരെ രഹസ്യമായിട്ടുള്ള തീരുമാനം ഈഴവ നായർ കമ്മ്യൂണിറ്റിയുടെ പുറകെ പോകാനാണ്. പിന്നെ LDF നിങ്ങളെ കൂടെ വരും തോന്നില്ല. വന്നാലും LDFനെ കൊണ്ട് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അവർക്ക് ഓൾ ഇന്ത്യ ലെവലിൽ 0 ആണ്. കേരളത്തിലും ഭരണം പോയി. വല്ല പഞ്ചായത്ത് തലത്തിൽ എന്തെങ്കിലും ഹെൽപ്പ് അല്ലാണ്ട് അവരെ കൊണ്ടൊരു തേങ്ങി നടക്കില്ല. പിന്നെ UDF ആണുള്ളത്. UDFന് അറിയാം, നിങ്ങൾ ആട്ടി ഓടിച്ചാലും അല്ലെങ്കിൽ 100 കൊടുക്കേണ്ടടുത്ത് 10 കൊടുത്തു കഴിഞ്ഞാലും നിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യുന്നുള്ളൊരു നരേറ്റീവ് നിങ്ങൾ സൃഷ്ടിച്ചു കൊടുത്തു. അതുകൊണ്ട് UDFന് അറിയാം, നിങ്ങൾക്ക് ഒന്നും കൊടുത്തില്ലെങ്കിലും അവരെ വോട്ട് നിങ്ങൾക്കാണെന്ന്. അതുകൊണ്ട് നിങ്ങളും വേറൊരു കമ്മ്യൂണിറ്റിയും തമ്മിലൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ അവർ ലീസ്റ്റ് പരിഗണന ലഭിക്കുന്ന ഒരു മതവിഭാഗമായിട്ട് നിങ്ങൾ മാറും, കമ്മ്യൂണിറ്റി ആയിട്ട് നിങ്ങൾ മാറും. വെയിറ്റ് ആൻഡ് സീ. ബാക്കി എല്ലാം മുസ്ലിംസിനാണെങ്കിലും, ഈഴവ കമ്മ്യൂണിറ്റി ആണെങ്കിലും, നായർ കമ്മ്യൂണിറ്റി ആണെങ്കിലും ഇനി പരിഗണന ലഭിക്കും. കാരണം UDF ഇവർക്ക് പരിഗണന കൊടുത്തില്ലെങ്കിൽ, പ്രത്യേകിച്ച് നായർ ഈഴവ കമ്മ്യൂണിറ്റിക്ക് പരിഗണന കൊടുത്തില്ലെങ്കിൽ BJP അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഒരു സ്പാർക്ക് ഉണ്ടായാൽ മതി, ഈഴവ നായർ വോട്ടുകൾ BJPയിലോട്ട് മാറും. ആ